നമസ്കാരം. കാവടി മോനെ വിളിക്കണം, വിളിക്കാൻ ബോംബെ. ശങ്കര സാർ, ആ സ്കെച്ച് ഈ ആർട്ടിസ്റ്റോട് വരാൻ പറഞ്ഞില്ലേ? പറയൂ സാർ, പക്ഷേ സ്കെച്ച് വരയ്ക്കുന്നതിന് മകൻ സ്കെച്ച് പേന മെഴുകി ഹോസ്പിറ്റലിൽ കിടക്കുക, ഇന്ന് വരില്ല. അതാ അവിടെ വേറെ സ്കെച്ച് പേനയില്ലേ? ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ആ ചെക്കനത് പണിയാ കാണിച്ചത്. അവളവിടെ അകത്തുണ്ട്, വിളിക്കണോ? വിളിക്ക. പണം കൊണ്ടുവന്നോ? ഇല്ല. ഓ, അപ്പൊ ഇനി നിനക്ക് ഇതിന്റെ ആവശ്യമില്ല. വെറുതെ ഇതിനകത്തിരുന്ന് ഉഷ്ടിക്കണ്ട. ഒന്ന് വണ്ടി കയറി. എന്താ പ്രശ്നം? എനിക്ക് തീർക്കാവുന്ന പ്രശ്നമുള്ളൂ. ഇതെന്ത് പാടുന്നു? ഇവൻ എന്റെ വാങ്ങിക്കും. തനിയെ നോക്കാൻ സാപ്പിടത്തില്ല, ഒരു മജാവേ ഇല്ല. കൂടെ ഒരു കിളി വേണം. തള്ളിടാ. ഹലോ, കണ്ണ് സൗഖ്യമാടാ? ഈശോയെ, ചങ്ങനാശ്ശേരി സെന്റ് ബർക്ക്മാൻസ് കോളേജിൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് സിനാജ്. ഏകദേശം 2.5 വർഷം മുൻപ് ഈ കലാലയത്തിൻ്റെ തന്നെ അഭിമാന നടൻ എന്നറിയപ്പെടുന്ന യശശരീരനായ പ്രേം നസീറിൻ്റെ പേരിലുള്ള നാടക മത്സരം ഉദ്ഘാടനം ചെയ്യാൻ ഈ ക്യാമ്പസിലെത്തുമ്പോഴാണ് സിനാജിനെ ഞാൻ വ്യക്തിപരമായി ആദ്യം പരിചയപ്പെടുന്നത്. അപ്പോൾ തന്നെ സിനാജിലെ പ്രതിഭയെ വളരെയധികം അറിയാനും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാനും സാധിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഈ സംരംഭം മികവിൻ്റെ ഉന്നതിയിലെത്തട്ടെ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. കാരണം അദ്ദേഹത്തിൻ്റെ ചില ചിത്രങ്ങൾ, പ്രത്യേകിച്ചും കമ്പ്യൂട്ടറിൽ അദ്ദേഹത്തിന് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള കഴിവിനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വളരെയധികം നിറഞ്ഞു. ഇത്ര മികച്ച കലാപരമായ മേന്മയുള്ള ചിത്രങ്ങൾ, അതുമാത്രമല്ല ഏറെ ധ്യാനത്തിന് ശേഷം വളരെ ഒറിജിനാലിറ്റിയോട് കൂടി വരയ്ക്കപ്പെട്ട ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രതിഭയെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇനിയും അദ്ദേഹത്തിന് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സംരംഭം ഏറ്റവും നല്ല രീതിയിൽ, അതായത് ഞാൻ പറയുന്നത് ഭാവിയിൽ വരാനിരിക്കുന്ന പുതിയ തലമുറയ്ക്ക് ഒരു വലിയ കാൽവെപ്പായി അല്ലെങ്കിൽ ഒരു ചൂണ്ടുപലകയായി മാറി അനേകരെ നല്ല രീതിയിൽ മികവിൻ്റെ സാധ്യതയിലേക്ക് നയിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് നടത്തുവാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും വിജയങ്ങളും ഞാൻ ഈ സന്ദർഭത്തിൽ നേരുകയും ചെയ്യുന്നു. താങ്ക് യു.
ഹായ് ഗായ്സ്, ഐ ആം കലാഭവൻ സിനാജ്. നമ്മുടെ യൂട്യൂബ് ചാനലായ ഇസഡ് ഡ്രോയിങ് എന്ന് പറയുന്ന ചാനലിൻ്റെ എപ്പിസോഡ്സ് തുടങ്ങുകയാണ്. ഇവിടെയാണ് നമ്മുടെ നിത്യഹരിത നായകനായ പ്രേംനസീർ സാറും അതുപോലെ തന്നെ റൊമാൻറ്റിക് ഹീറോയായ കുഞ്ചാക്കോ ബോബനൊക്കെ പഠിച്ച കോളേജ്. അപ്പോൾ ഈ കോളേജിൽ നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടുത്തെ അധ്യാപകരെയും സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ ലൈവ് സ്റ്റഡി ചെയ്യാണ്. അതായത് ആൾക്കാരെ ഇരുത്തി നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ ഇസഡ് ഡ്രോയിങ് നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇതൊരു വൻ വിജയമാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വാച്ച് ഇറ്റ്. അപ്പോൾ നമ്മൾ സാറിനെ വരച്ചിരിക്കുകയാണ്. സാറിന് ഞാൻ കൊടുക്കുകയാണ്. താങ്ക് യു സിനാജ്, താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് PJ തോമസ് ആണ്. ഞാൻ ചങ്ങനാശ്ശേരി SP കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം HOD ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന കലാകാരനായ സിനാജ് കലാഭവൻ ഏതാനും മിനിറ്റുകളെടുത്ത് തയ്യാറാക്കിയ എൻ്റെ രേഖാചിത്രമാണിത്. അപ്പോൾ ഡോസ്റ്റോവസ്കിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള കലാകാരനാണ് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ കലാഭവൻ സിനാജിനെക്കുറിച്ചും അത് പറയാം, ഒട്ടും അതിശയോക്തിയില്ലാതെ. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യൊപ്പ് കിട്ടിയ, അനുഗ്രഹമായി കിട്ടിയ ഈ അനുഗ്രഹീത കലാകാരൻ എനിക്കിത് ചെയ്തു തന്നതിൽ അതീവ സന്തോഷമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും എല്ലാ വിജയങ്ങളും ഞാൻ നേരുന്നു. കലാഭവൻ സിനാജിൻ്റെ ഇസഡ് ഡ്രോയിങ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു സാർ.